ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾട്ട് ആൻഡ് പേപ്പർ. എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണെങ്കിൽ ഐ എം റാണി. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് ഹെയറൊക്കെ ഇട്ട് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? കണ്ടോ, ഇത്ര ഭംഗിയായിട്ട് ഈ കേളൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഓഫീസിൽ പോകുന്നതല്ല, പാർട്ടികൾക്ക് ഫങ്ഷൻസിനൊക്കെ പോകുന്നതെന്ന് ഉള്ളൊരു ട്യൂട്ടോറിയലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത്. അപ്പം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നും ചെയ്യാത്തൊരു ഹെയർ ആണ് നിങ്ങൾ കാണുന്ന പോലെ. അതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാനൊന്ന് കോംബ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഞാൻ കോംബ് ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ ഒരു എഫക്റ്റിലാണ് വരുന്നത്. നിങ്ങൾ കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ കേളും കണ്ടോ, ഒടിഞ്ഞും മടങ്ങി. ഞാൻ ചുമ്മാ ബാൻഡ് ഇട്ട് വെച്ചേക്കുമായിരുന്നു, കണ്ടോ, ഇതുപോലെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പല മെത്തേഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ സ്ട്രെയിറ്റ്നർ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹീറ്റ് ഡിഫെൻസിങ് ആയിട്ടുള്ള സ്പ്രേയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് പണിയാൻ വേണ്ടി, നമ്മുടെ ഹെയറെ പണിയാൻ വേണ്ടി. പക്ഷേ ഞാൻ അതിന് പകരമായിട്ടൊരു ഹെയർ സിറമാണ് ഉപയോഗിക്കുന്നത്. ഹെയർ സിറം ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോഴേക്ക് വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിന് ഒരു ഓയിലി ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഒരു എന്നാ പറയുക, നമ്മൾ ഒരു പെട്ടെന്ന് മുടി ഒതുങ്ങി പോകുന്നല്ലോ തോന്നും. പക്ഷേ ജസ്റ്റ് ഒരു പാർട്ടിക്കോ സ്റ്റൈലിനോ ഒരു ദിവസത്തേക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു 2 ദിവസമൊക്കെ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ മുടി ഒരു ഗ്രീസി ഫീൽ നിങ്ങൾക്ക് വരും. എനിവേ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിഫെൻസർ ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു ഹെയർ സിറമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ സിറം വളരെ ടൈനി ബിറ്റ് മതി കേട്ടോ, ഒരു ചെറുതായിട്ടൊന്ന് തൂത്തിട്ട് സോൾ കണ്ടോ, അത്ര ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ്നർ ഒന്ന് ചൂടാക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടൊരു മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് വളരെ ക്വിക്കായിട്ട് പോകാൻ വേണ്ടി കണ്ടോ, നമ്മുടെ സ്ട്രെയിറ്റ്നർ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. യെസ്, സ്ട്രെയിറ്റ്നർ ചൂടായി. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ്ൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ക്വിക്കറായിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു എങ്ങനെയാണ് സ്ട്രെയിറ്റനർ കൊണ്ട് പ്രോപ്പറായിട്ട് ആരുടെ സഹായം ഇല്ലാതൊരു ഹെയർ സ്ട്രെയിറ്റിങ് ചെയ്യുന്നതെന്ന് കേട്ടോ. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾ താഴെ നിന്ന് ചെയ്തു വരെ വളരെ ക്വിക്കറായിരിക്കും. അങ്ങനെ ചെയ്താലും അത് പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഒരു ഹെയർ പോലും നിങ്ങൾ മിസ്സാകത്തില്ല ആ ഒരു മെത്തേഡ് ചെയ്ത്. അപ്പോൾ ഞാനിപ്പോൾ ക്വിക്കറായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് മാത്രം. ഓക്കെ, എൻ്റെ ഹെയർ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ വ്യത്യാസം കണ്ടോ? ഇതിനെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. തെയ്യുക്കോ വളരെ ഫാസ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത മെത്തേഡെന്ന് വെച്ചാൽ, ഇതിനെ ഞാൻ അറ്റം മാത്രം ജസ്റ്റ് ഈ ഭാഗത്തു നിന്ന് മാത്രം ഇതിനെ ഞാൻ കേൾ ചെയ്യാൻ പോവാം. അതും വളരെ ക്വിക്കസ്റ്റ് മെത്തേഡാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 1 മിനിറ്റ് മതി, ക്വിക്കറായിരിക്കും. അപ്പം നിങ്ങൾ ഹീറ്റ് ഡിഫെൻസിങ് സ്പ്രേ അല്ല ഹെയർ സിറം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഹെയർ മൂസോ ഹെയർ സ്പ്രേയോ എന്ത് വേണേലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കാരണം ഈ കേൾസ് നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു മൂസാണ്. അപ്പോൾ ഇതിന് ശകലം ഒരു എന്താ പറയുന്നത്, ഒരു ഗ്ലിറ്ററി എഫക്റ്റൂടെ വരും. നല്ലൊരു മൂസ് വാങ്ങിച്ചോ, ഹെയർ മൂസ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓസീസിൻ്റെ ഒരു മൂസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എടുക്കാം. ഓക്കെ, ഞാൻ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഹാഫായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഹെയർ മൂസ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹെയർ മൂസ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ ഒരു ഹെയർ മൂസ് വാങ്ങിക്കുക. ഇത് ഷേക്ക് ചെയ്തതിന് ശേഷം ഈ ഫോം ചെറിയൊരു എമൗണ്ട് കയ്യിലേക്ക് എടുക്കുക. ഇത്ര ഞാൻ ആകെ എടുത്തിട്ടുള്ളത് കണ്ടോ. പിന്നെ ഒന്ന് തലയിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗമോ എന്നിട്ട് ഒരു 1/4 ഭാഗമോ അല്ലെങ്കിൽ ഹാഫോ, നിങ്ങളുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത്. ആ മുടി അതുപോലെ കയ്യിലേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് സ്ട്രെയിറ്റ്നർ ഞാൻ പിടിക്കുന്ന ഏത് രീതിയിലാണെന്ന് നോക്കണം കേട്ടോ. കേട്ടോ, കേട്ടോ, ഇതിങ്ങനെ അകത്തോട്ട് വളച്ചു കൊടുക്കുക. ഓക്കെ, കേട്ടോ, ഇത്ര നമുക്ക് കിട്ടി. അതിനെ വേണം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടുമോ, അല്ലെങ്കിൽ ഒരു ക്ലിപ്പിങ് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട്. ഈ ഭാഗമാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ എടുക്കുന്നു കണ്ടോ. ഈ ഭാഗം നമ്മളെടുത്തു. ഇവിടെ നമ്മുടെ സ്ട്രെയിറ്റ്നറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൂടെ വേണം നമ്മൾ ചെറുതായിട്ട് സ്ലോയിൽ വേണം ഇതുമായിട്ടൊന്ന് ഡീൽ ചെയ്യാൻ കേട്ടോ. ഇതാ കണ്ടോ,
സോറി, മുന്നിലോട്ട് വന്നു. ദേ നല്ലൊരു കേൾ വന്നുണ്ടോ? സ്ട്രെയിറ്റ്നർ നന്നായിട്ട് ചൂടാവണം കേട്ടോ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്ര എമൗണ്ട് ഓഫ് ഹെയർ ആണ് ഞാൻ എക്സ്പെഷ്യലി എടുക്കുന്നത്. കണ്ടോ? ഓക്കെ, കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി ഹെയർ ഇവിടെ താഴെയുണ്ട്, അതിനെ കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇത്ര ഭാഗം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ആ കേൾസ് എത്ര ഭംഗിയിലാണ് വന്നത് നിങ്ങൾ കണ്ടോ? ഇഷ്ടമായോ? ശരിക്കും പറഞ്ഞ മുടി താഴേന്ന് ചെയ്ത് വരുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത് കേട്ടോ. നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും, നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താഴേന്ന് ചെയ്ത് വരാം. ഈ മുടിനെ ഞാനിവിടെ നിന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഹെയർ ഓയിലാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ? ഹെയർ മൂസ് തൂത്ത് കൊടുക്കുക. ആൻഡ് ദെൻ നോക്കിക്കോളൂ. കണ്ടോ? എടുത്ത് ചെയ്യാൻ പോവാം. ഓക്കെ, ദൈവ ഇത്ര ഹെയർ ഞാൻ ചെയ്യാത്തതാണ്. അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ പഴയ പോലെ തന്നെ നമ്മളിവനെ ഒന്ന് കേള് ചെയ്യാം. കണ്ടോ? നല്ല കേൾസ് വരുന്നു. ആൻഡ് ദെൻ ഇതെനിക്ക് മിസ്സായി, പുറകുന്നുള്ള മുടിയത്. എന്താ ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങൾ കേൾ ചെയ്തെടുക്കുക. കേള് കണ്ടോ? കടാ നല്ല കേളാ കേട്ടോ. ഞാനീ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ? ഓക്കെ, ഇനി കുറച്ച് പാർട്ടോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ കേളി ചെയ്തുവെങ്കിലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എനിക്ക് ശരിക്കും മിറർ കാണാൻ വയ്യ. മിറർ കുറച്ച് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ അതേ മെത്തേഡിൽ ഞാൻ മിററിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അടുത്ത് പോയി ചെയ്തതിന് മാത്രം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റുന്നില്ലേ? ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു കേട്ടോ, ഒരു മാറ്റമില്ല. ഇത് പിടിച്ചു, ഞാൻ നന്നായിട്ട് ഇതുപോലെ കേളി ചെയ്ത് കേട്ടോ. അല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ എത്ര ഭംഗിയാണ് ഇത് വരുന്നത് കണ്ടോ? അതുപോലെ ഈ സൈഡ് നോക്കിയേ, കണ്ടോ? അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് താഴെ മാത്രം നല്ല ഭംഗിയുള്ള കേൾസ് കിടക്കുമ്പോൾ നല്ല ലുക്കല്ലേ ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ സ്പ്രേ ടിക് 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 അപ്ലൈ ചെയ്യുമ്പോൾ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നല്ല രസമില്ല കാണാൻ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഹീറ്റിംഗ് ഒന്നും ചെയ്താൽ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാവുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെയിറ്റ്നർ കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള കേൾസ് ഇടാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീണ്ടും ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്തുകൊണ്ട് അല്ല സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ കേൾസ് ചെയ്യാൻ ഇഷ്ടമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഇതുപോലെ തന്നെ ഒരു കേൾസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കും ഹീറ്റിംഗ് ഒന്നും ഉപയോഗിക്കാൻ നമുക്ക് ഇഷ്ടമില്ലായിരിക്കില്ല. അപ്പോൾ അവർക്കും നാച്ചുറലായിട്ട് ഇതുപോലെ തന്നെ ഉള്ള ഈ കേൾസ് എങ്ങനെയാണ് തലയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഞാനത് കാണിച്ചു തരാം. അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.